ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബ്രസീലിയൻ ദേശീയ ടീമും പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയും ആരംഭിച്ചിരുന്നു. ഏറെക്കുറെ സ്ക്വാഡിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഒരു അവസാന സ്ക്വാഡ് കണ്ടെത്തിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ESPN ബ്രസീൽ ഇന്നലെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് 26 അംഗ സ്ക്വാഡായിരിക്കും ബ്രസീൽ പ്രഖ്യാപിക്കുക. അതിൽ ഓരോ പൊസിഷനിലും എത്ര വീതം താരങ്ങൾ ഉണ്ടാകും അതിപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3 ഗോൾ കീപ്പർമാരെയാണ് ബ്രസീൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഫുൾ ബാക്കുമാരായിക്കൊണ്ട് 4 താരങ്ങൾ ഉണ്ടാകും. അഥവാ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ 2 താരങ്ങളും അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ 2 താരങ്ങളുമായിരിക്കും ഉണ്ടാവുക. 5 സെന്റർ ബാക്ക് താരങ്ങളെ കൊണ്ടുപോകാൻ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4-5 താരങ്ങൾ മധ്യനിരയിൽ ഉണ്ടാകും. അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരും ആയിക്കൊണ്ട് 4-5 താരങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മുന്നേറ്റ നിരയിലേക്കാണ് ഏറ്റവും കൂടുതൽ താരങ്ങളെ കാർലോ ആഞ്ചലോട്ടി കൊണ്ടുപോവുക. 9-10 മുന്നേറ്റ നിര താരങ്ങൾ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഉണ്ടാകും എന്നാണ് ESPN ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ നൽകിയിരുന്നു. അതായത് 11 താരങ്ങൾ ഇപ്പോൾ തന്നെ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം ഉറപ്പിച്ചിട്ടുണ്ട്. ആലിസൺ, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ്, കാസമിറോ, ബ്രൂണോ ഗുയിമറസ്, വിനീഷ്യസ് ജൂനിയർ, എസ്റ്റവായോ വില്ലൻ, റാഫീഞ്ഞ, റോഡ്രിഗോ, മാത്യൂസ് കുഞ്ഞ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഈ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം ഉറപ്പിച്ചു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റു ചില താരങ്ങളെ കൂടി ഇവർ പരാമർശിച്ചിട്ടുണ്ട്. ബെൻഡോ, ഹ്യൂഗോ സൗസ, അതുപോലെ തന്നെ അലക്സാൻഡ്രോ, എഡർ മിലിറ്റാവോ, ലെഫ്റ്റ് ബാക്കായ അലക്സാൻഡ്രോ, ആൻഡ്രേ സാന്റോസ്, ലുക്കാസ് പക്കാറ്റ എന്നിവരൊക്കെ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ള താരങ്ങളാണ് എന്നുകൂടി ESPN പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ബ്രസീലിന്റെ ഒരു വേൾഡ് കപ്പ് പ്ലാനുകളായിക്കൊണ്ട് ഇപ്പോൾ കടന്നു വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.